എന്റെ അമ്മ എന്തായിരുന്നു ഇതെന്തോ പ്രൊമോ. ഈ ഇടക്കാലത്ത് സീസണുകൾ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 സീസൺ എനിക്ക് ഇതുപോലത്തെ ഒരു പ്രൊമോ, ഇത്രയും ഒരു ഇതായിട്ടുള്ള ഒരു പ്രൊമോ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുടി വേറെ ലെവലായിരുന്നു. വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവൽ. അതിപ്പോ എഡിറ്റിംഗ് ചെയ്തതാണോ ആരും എടുക്കായെന്ന് വെച്ചാൽ അവൻ പറഞ്ഞ ഗബ്രി വാഴ പോലെ വാഴപ്പുറം മരവാഴ വിളിക്കുന്ന വിളി എടാ ഗബ്രി വാഴ പോലെ വാഴപ്പുറം മരവാഴ എന്നാണ് വിളിക്കുന്നത്. ഗബ്രി ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ പഴം വിഴുങ്ങി പോലെ നിൽക്കുകയാണ്. അമ്മാതിരി അഗ്രഷനാണ്, അമ്മാതിരി ദേഷ്യമായിരുന്നു. എല്ലാരും പേടിച്ച് പിന്നെ അവസാനം അടിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇവരുടെ ഈ ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്, എടി ഒന്നീ നീ പിന്നിൽ നിന്ന് കുത്ത്, ഇല്ലെങ്കിൽ നേരെ നിന്ന് ചിരിക്ക്. ആരടുത്ത് പറയുന്നത്? ഈ പറഞ്ഞ ജാസ്മിന്റെ അടുത്ത് പറയാം, നീ ഒന്നുകിൽ നീ പിന്നിൽ നിന്ന് കുത്ത്, അല്ലെങ്കിൽ നീ നേരെ നിന്ന് ചിരിക്ക്. അൺബിലീവബിൾ. ഭയങ്കര വൻ പ്രമാതിരി പ്രമോ, തീ മാറുന്ന പ്രമോ. ഈ ഇടക്കാലത്തൊന്നും ഇത്രയും ഒരു തീ മാറൽ ഞാൻ കണ്ടില്ല. കാരണം ഇന്ന് ഇപ്പം ബിഗ് ബോസ് സീസൺ 6 അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇമ്മാതിരി അഗ്രസീവായി ഇമ്മാതിരി ഡോമിനന്റ് ആയിട്ട് ഒരാൾ നിൽക്കുന്നത് ഇപ്പോഴാണ്. കാരണം ഈ പറയുന്ന ജാസ്മിൻ ആയിക്കോട്ടെ ഗബ്രി ആയിക്കോട്ടെ ഒറ്റയാണ് കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. ജാസ്മിൻ ആയിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ സ്നേഹിച്ചു, നിന്നെ ഒരു ഫ്രണ്ടായിട്ട് കരുതിയെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഗീവം വിട്ട് നീ ഇവനെ ചെറ്റത്തരം കളിക്കരുത്, വൃത്തികെട്ട കളി കളിക്കരുത് എന്ന് ആര് ഈ പറയുന്ന മുടിയൻ പിന്നെ ജാസ്മിനെ ഫയർ ചെയ്യാണ്. മനസ്സിലായി? ജാസ്മിൻ ഇപ്പൊ എന്ത് ചെയ്തു? ഈ പറയുന്ന പവർ ടീമിലേക്ക് കയറി. അവിടെ തന്നെ അവർക്ക് കുരു പൊട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സുജയെ മാറ്റിക്കൊണ്ട് ഗബ്രി എന്ത് ചെയ്തു? പിന്നെ അടുത്തുനിന്ന് കൊള്ളാമല്ലോ, അതുകൊണ്ട് പിന്നെ ഗബ്രി എന്ത് ചെയ്തു? മാനിപ്പുലേറ്റ് ചെയ്ത് അവളെ അതിനകത്ത് പവർ ടീമിലേക്ക് കയറ്റുന്നു. അപ്പൊ അതിന്റെ ഒരു ചുരുക്ക് എല്ലാവരും കൂടി ഉണ്ട്. അതിൽ മുടിയൻ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ സുജോ ഉണ്ടായിരുന്നു, പിന്നീട് ജാസ്മിൻ ഉണ്ടായിരുന്നു. മുടിയന്റെ പേര് ആരും പറഞ്ഞില്ല. 3 വോട്ട് കിട്ടി ആർക്ക്? സുജോയ്ക്കും ഇതിനും കിട്ടി. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷെ ഈ പ്രമോ അണ്ണാ 1.5 പ്രമോ എന്ന് മാത്രമല്ല, മുടിയൻ ഈ ഒരൊറ്റ പ്രമോയോടുകൂടി അതിന്റെ സിറ്റുവേഷൻ നോക്കണം, എന്ത് കാര്യത്തിനാണ് അവൻ ഇത് അലച്ചതെന്നുള്ളത്. ഈ ഒരു ഒറ്റ പ്രമോയോട് നോക്കിക്കോ, മുടിയന്റെ ഫാൻസ് കയറാൻ പോകുന്നത് വിമാനം പോലെ കയറും. ഒരൊറ്റ കേരളായിരിക്കും ഫാൻസ്. അമ്മാതിരി പ്രമോ, ഒരു രക്ഷയില്ല. തീയെന്ന് വെച്ചാൽ വെറും തീയല്ല, വൻ തീ, കാട്ടു തീ പോലെയാണ് ആര് മുടിയൻ നിന്നത്. പെട്ടെന്നുള്ള ചേഞ്ച് ആയിരുന്നു. പോയി പ്രമോ കണ്ടില്ലെങ്കിൽ ഒന്നും പറയല്ല. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.